ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമാണ്. ഈ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോൾ എന്താ ഇത്രയും ഒരു കുറ്റം, ഒരു പുച്ഛം, ഒരു അവഗണന, ഒരു ഒറ്റപ്പെടുത്തൽ എന്താണെന്നറിയത്തില്ല. കാര്യം ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡ്രൈവറാണ്, എൻ്റെ ജോലി ഡ്രൈവറാണെന്ന് പറയുമ്പോൾ പലരുടെയും മുഖത്ത് ആദ്യം വരുന്നത് ഡ്രൈവർ. ഓ, ഡ്രൈവർ ഡ്രൈവർ എന്ന് പറയുമ്പോഴേ ഒരു 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 പുച്ഛമാണ്. അവൻ ഡ്രൈവറല്ലേ, മോൻ ചെയ്യുന്നു, മോൻ ഡ്രൈവറാണ്. ഓ, ചേട്ടൻ എന്തെന്ന് ചേട്ടൻ ഡ്രൈവർ. ഓ, ഡ്രൈവർ എന്ന്. അല്ല, ഈ ഡ്രൈവർ എന്ന് പറയുമ്പോൾ എന്താ ഇത്ര വലിയ പുച്ഛം? എൻ്റെ പൊന്ന് വീഡിയോ കാണുന്ന ആൾക്കാരെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഡ്രൈവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പുച്ഛമുള്ള പണിയൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉള്ള സ്ഥലങ്ങളെല്ലാം മാപ്പ് വിട്ട്, ചിലപ്പോൾ മാപ്പ് പോലും ഇടാതെ നിങ്ങളെല്ലാം യാത്ര, നിങ്ങൾ പറയുന്നിടത്ത് കൊണ്ടുപോകുന്ന ഒരു തൊഴിൽ തന്നെയാണ്, അത് ചെയ്യുന്ന ആൾ തന്നെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. ആ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ പോകാത്ത സ്ഥലങ്ങളും ഇല്ല, നേരിടാത്ത പ്രശ്നങ്ങളും കാണത്തില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവിടെ അവന് കൂട്ടായിട്ട് വേറൊരു ഡ്രൈവർ ഉറപ്പായിട്ടും കാണും. അത്രയും ഒരു 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 ഹോൾഡാണ് ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിനുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു ട്രിപ്പ് പോയായിരുന്നു. ഇപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 4-5 ദിവസത്തെ ട്രിപ്പാണ്. ഈ 5 ദിവസത്തെ ട്രിപ്പിൽ ആദ്യത്തെ ദിവസം ഈ ഒരു വണ്ടിക്കകത്ത്, ഞാൻ ഈ വണ്ടിയിൽ കയറുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാ, വണ്ടിയിൽ വേസ്റ്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചവർ നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചു, പക്ഷെ ചവർ ഇടുന്നത് വേസ്റ്റ് ബോക്സിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ സീറ്റിലും വേസ്റ്റ് വെക്കാനുള്ള അതാത് ഹോൾഡേഴ്സും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ വണ്ടി ക്ലീൻ ചെയ്യാൻ നോക്കുമ്പോൾ അതിനകത്തൊന്നും ഒരു തരി വേസ്റ്റ് പോലുമില്ല. എല്ലാ വേസ്റ്റും ഉള്ളത് സീറ്റിലും വണ്ടിയുടെ ഫ്ലോറിലും കാര്യങ്ങളൊക്കെയാണ്. ഈ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആൾക്ക് സ്റ്റേ ചെയ്യാൻ റൂമോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഈ ഓടിക്കുന്ന വാഹനത്തിൽ തന്നെയാണ് ഞാൻ കിടന്നുറങ്ങുന്നതല്ല. നിങ്ങളാണ് ഈ വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. സോ ഇത്രയും ദൂരം ഓടി, ഇത്രയും സ്ട്രെയിൻ ചെയ്ത് സ്ട്രെസ് എടുത്ത് ഓടി വരുന്ന ഡ്രൈവറിന് ഇത് ക്ലീൻ ചെയ്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അതുമില്ല. പിന്നെ എന്തിനാണ് ആ ഡ്രൈവറിനെ ബുദ്ധിമുട്ടിക്കുന്നത്? എല്ലാ വാഹനത്തിലും വേസ്റ്റ് ബോക്സും, അതുപോലെ നിങ്ങൾ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്തുകൊണ്ടും ചെയ്യുന്നതിലും കുഴപ്പമില്ല, പക്ഷേ അതാത് സാധനങ്ങൾ ആ വയ്ക്കേണ്ട അടുത്ത് തന്നെ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡ്രൈവറിനെ ക്ലീൻ ചെയ്യാൻ എത്രമാത്രം എളുപ്പമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ട്രിപ്പ് തുടങ്ങിയത് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി. ട്രിവാൻഡ്രത്ത് നിന്ന് ഫസ്റ്റ് ദിവസം എടുത്തു, നേരെ അവർ പറഞ്ഞു നമുക്ക് നേരെ കന്യാകുമാരി പോകണം. കന്യാകുമാരിയിലെത്തി, ഇതിൻ്റെ ഇടയിൽ സൈറ്റ് സീയിങ് കാര്യങ്ങളുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രം, അങ്ങനെ എല്ലാം കാണിച്ച് നേരെ സൈറ്റ് സീയിങ് കഴിഞ്ഞ് കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിലെത്തിയിട്ട് രാത്രി 10 മണിയായപ്പോൾ ഇവർ വന്ന് പറയണേ ഇനി നമുക്ക് നേരെ ഇവിടുന്ന് രാമേശ്വരം പോകുന്നത്. രാത്രി 10 മണിക്കാണെന്ന് ഓർക്കണം. ഓൾറെഡി കന്യാകുമാരി ഓടി എത്തി. അപ്പം ഞാനും വിചാരിച്ചു ഇവിടെ സ്റ്റേ കാണുമെന്ന്. ഇവര് അതൊക്കെ നമുക്ക് പോണ വഴിക്ക് പറയാം, ഹിന്ദിക്കാരാ, പോകുന്ന വഴിക്ക് പറയാമെന്ന് പറഞ്ഞ് എഴുച്ചഴിച്ച് കന്യാകുമാരി വരെ എത്തി. കന്യാകുമാരി എന്ന് പറയാൻ നേരെ രാമേശ്വരം പോകണം. ഓ, ശരി, ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അവിടെ വെച്ച് ഉടക്കാൻ നിൽക്കണ്ട. കന്യാകുമാരി നിന്ന് രാമേശ്വരം വരെ ഏകദേശം 300-350 കിലോമീറ്റർ ഉണ്ട്. വീണ്ടും വണ്ടി കുറയാണ്. രാവിലെ 3:30-4 മണിയായപ്പോഴാണ് രാമേശ്വരത്ത് എത്തിയത്. അപ്പോഴേക്കും നിങ്ങളാണെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോഴേക്കും എൻ്റെ കണ്ണും ഏകദേശം എങ്ങനെയെങ്കിലും, ഞാൻ ഈ വണ്ടിയെ വിശ്വസിച്ച് തന്നെയാണ് അത്രയും ദൂരം ഓടിയത്. എന്നിട്ട് അവിടെ എത്തി വലിയ വിധേന ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മണി 4 ഇപ്പം ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡോർമെട്രി വല്ലതും കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നേരെ ഇവിടുത്തെ നമ്മുടെ രാമേശ്വരം ക്ഷേത്രം എല്ലാം കണ്ടിട്ട് ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് നേരെ ധനുഷ്കോടിയിലോട്ടൊക്കെ പോകണം. ധനുഷ്കോടി പോയി ഇവിടുത്തെ സൈറ്റ് സീയിങ് എല്ലാം കണ്ടിട്ട് ഇവിടുന്ന് നേരെ മധുരയാണ്. അപ്പം ഞാൻ ആദ്യം, നിങ്ങൾ സാധാരണ ഒരാളായിരുന്നെങ്കിൽ, നിങ്ങളായിരുന്നു ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ചീത്ത വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്താ അവിടെ നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല. കാര്യം എന്താ, ഇത് ഞങ്ങളെ വിശ്വസിച്ച് തരുന്ന ഈ വാഹനത്തിൻ്റെ ഓണറുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇത്രയും ദൂരം ഓടിയ വണ്ടിയാണ്. അതുകൊണ്ട് എമൗണ്ട് വാങ്ങാതെ തിരിച്ച് പോകാനും പറ്റത്തില്ല. ഇവരുമായിട്ട് ഉടക്കി ഇവർ വേറെ വണ്ടി വല്ലതും പോകാമെന്ന് പറയുകയാണെങ്കിൽ ആ എമൗണ്ടും കിട്ടില്ല. അങ്ങനെ എടുക്കുന്നതിൻ്റെ റിസ്കുകൾ അങ്ങേ അറ്റമാണ്. അതൊന്നും പലർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ശരി, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മെഷീനല്ല, ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ മെഷീനൊന്നും അല്ല. ഇന്നലെ രാവിലെ മുതലേ ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ എനിക്ക് റെസ്റ്റ് വേണം. ഇനി നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ എന്തായാലും ഇനി ഉച്ച വരെ ഞാൻ എന്തായാലും വണ്ടി എടുക്കത്തില്ല. ഇനി എനിക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഉച്ച കഴിയണം. കാര്യം ഞാൻ അത്രയും സ്ട്രെസ് ചെയ്താണ് വണ്ടി ഓടിക്കുന്നത്. ഈ വാഹനം ഇനി ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യനാണ് ഞാൻ, ഒരു രീതിയിലും റെസ്റ്റ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഉച്ച വരെ ഇനി എന്നെ ഒന്നും വിളിക്കരുത്, നിങ്ങൾ വേണം. അപ്പം ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ രാമേശ്വരൻ ക്ഷേത്രത്തിൽ കയറിയ ഉടനെ തന്നെ ഇപ്പം തന്നെ തൊഴുതിട്ടിറങ്ങാന്ന്. പക്ഷേ 5 മണിക്ക് അവരെല്ലാം കൂടെ കയറിപ്പോയി. പിന്നെ അവർ വന്നത് ഒരു 9-10 മണി കഴിഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും എന്നെ വിളിച്ചു, ചേട്ടാ നമുക്ക്
സൈറ്റ് സീയിങ്ങിന് പോയാലും ഞാൻ പറയാം എന്നെ കൊണ്ട് പറ്റത്തില്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്, എന്നെ കൊണ്ട് പറ്റത്തില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഓക്കെ, അതുവരെ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും. അങ്ങനെ വന്നപ്പോൾ ഉച്ചയായപ്പോൾ വിളിച്ചു, ചേട്ടാ ഞങ്ങളൊരു കാര്യം, ഞങ്ങൾ ഇന്നിവിടെ തൽക്കാലം വൈകുന്നേരം വരെ റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ റൂം എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ സൈറ്റ് സീയിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വൈകുന്നേരം മധുരയിലോട്ട് തിരിക്കാം. അങ്ങനെ വലിയ വിധത്തിന് ശരി, ഉച്ച വരെ കിടന്ന് ഉറങ്ങി, അതിനുശേഷം നേരെ മധുരയിലോട്ട് തിരിച്ചു. അങ്ങനെ രാത്രി ഒരു 6-7 മണിയപ്പോൾ മധുരയിലോട്ട് തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ ഒരു 12-1 മണിയൊക്കെ ആയപ്പോൾ കാരണം പോകുന്ന വഴി കഴിക്കാനൊക്കെ നിർത്തി. അങ്ങനെ ഒന്ന് വെളുപ്പിലെ ഒരു 2-3 മണിയായപ്പോഴാണ് തിരിച്ച് വീണ്ടും മധുരയിലെത്തുന്നത്. മധുരയിലെത്തിയിട്ട് അവിടെ കിടന്നുറങ്ങി. രാവിലെ ഒരു ക്ഷേത്ര ദർശനത്തിന് പോയി, അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. പിന്നെ അവിടെ 1-2 സൈറ്റ് സീയിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് വീണ്ടും രാത്രി ഒതുക്കി. അതിനുശേഷം ഇപ്പോൾ രാവിലെ ആളെ വിട്ടു. അതിനുശേഷം വണ്ടിയും കൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മെഷീനൊന്നുമല്ല, അയാൾക്കും ജീവനുള്ളതാണ്. ഒരു ഡ്രൈവർ ജോലി ചെയ്യുന്ന ആൾക്ക് വിലയില്ലെങ്കിലും ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണ് ആ വാഹനത്തിലിരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. കാര്യം എത്ര പുച്ഛത്തോടെ നിങ്ങൾ അവഗണിച്ചാൽ പോലും, നിങ്ങൾ ചിലപ്പോൾ വണ്ടി ഇരുന്ന് ഉറങ്ങുമായിരിക്കും, പാട്ട് പോകുമായിരിക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമായിരിക്കും. പക്ഷേ ആ ഡ്രൈവർ എന്ന് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പാളീച്ച വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ അവിടെ തീരും. ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ ട്രിപ്പും കൂടി ആയിരിക്കും അത്. സോ ഒരു ഡ്രൈവർ, നിങ്ങൾ എത്ര പേര് ചോദിക്കുന്നുണ്ടല്ലോ, ഒരു ഡ്രൈവർ ഉറങ്ങിയോ അല്ലെങ്കിൽ നിങ്ങൾ വല്ലതും കഴിച്ചോ, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വല്ല ഇതിൽ എത്ര പേര് നിങ്ങൾ ഇത് ചോദിക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ ഈ നൈറ്റ് ട്രിപ്പൊക്കെ എടുക്കുന്നത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലാഭം നോക്കിയായിട്ട് എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നൈറ്റ് ഓടിയാൽ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഏറ്റവും ഒരു കോമഡി ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ഗസ്റ്റ് അതായത് ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ്, ഇത് ഞങ്ങൾക്ക് ഒന്ന് മൂന്നാർ വരെ പോകണം. അപ്പം ഞാൻ പറഞ്ഞു പോവാലോ, എവിടെ വേണമെങ്കിലും പോകല്ലോ, അതിനാണല്ലോ വണ്ടി കഴിയുന്നത്. അപ്പം മൂന്നാർ വരെ പോകണം. പക്ഷേ പ്ലാൻ എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്ക് രാത്രി ഇവിടെ നിന്ന് 1 മണിയാവുമ്പോൾ മൂന്നാറിലോട്ട് തിരിക്കണം. മൂന്നാറിൽ തിരിച്ച് നമ്മളൊരു 4-5 മണിയാകുമ്പോൾ മൂന്നാറിൽ എത്തും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് ഫ്രഷ് ആവണം. 1 മണിക്കൂർ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ച് ഒരു 6-7 മണിയാകുമ്പോൾ നമുക്ക് നേരെ അവിടെ സൈറ്റ് സീയിങ്ങിന് പോകണം, മൂന്നാർ സൈറ്റ് സീയിങ്ങിന്. അപ്പോൾ സൈറ്റ് സീയിങ്ങിനെല്ലാം പോയിട്ട് അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 6 മണിയാകുമ്പോൾ ഫ്രീ ആവും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ചായയും ലൈറ്റെല്ലാം കഴിച്ചിട്ട് നേരെ അവിടെ തിരിക്കണം. അപ്പോൾ രാത്രി 1 മണിയാകുമ്പോൾ എത്താം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിന് അങ്ങനെയാണെങ്കിൽ വണ്ടി വിടാം, പക്ഷേ 2 ഡ്രൈവറിൻ്റെ ശമ്പളം തരേണ്ടി വരും. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, 2 ഡ്രൈവറിൻ്റെ ശമ്പളം തരേണ്ടി വരും. കാര്യം ഇത്രയും ദൂരം ഓടിക്കുന്ന ഞാൻ ഒരു മനുഷ്യനാണ്, ഞാനൊരു മെഷീനല്ല. ഞാൻ ഈ നൈറ്റ് ഉറക്കൊഴിഞ്ഞ് അങ്ങോട്ട് ഓടിക്കണം, അതുപോലെ അവിടെ ചെന്നിട്ട് നോൺ സ്റ്റോപ്പ് റെസ്റ്റ് ഇല്ലാതെ തിരിച്ച് ഓടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ്, നിങ്ങളെ പ്ലാനിങ്ങിന് വേറെ കുഴപ്പമില്ല, ഒന്നുകിൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് 2 ഡ്രൈവറിൻ്റെ സാലറിയോ അല്ലെങ്കിൽ 2 ഡ്രൈവറിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ ആക്കി തരാം. അപ്പോൾ അതൊന്നും പറയാം, എല്ലാവർക്കും റേറ്റ് കുറയണം, വണ്ടി നന്നായിരിക്കണം, പിന്നെ ഇത്രയും ദൂരം ഓടണം, നിങ്ങളെല്ലാം എല്ലാം കറക്റ്റാണ് സാർമാരെ. നിങ്ങൾ പറയുന്നാലൊന്നും കുഴപ്പമില്ല. ഞങ്ങളാണെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എത്രത്തോളം എമൗണ്ട് കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കുറച്ച് തന്നെയാണ് നമ്മളും ഞങ്ങളെ കുടുംബപരമായിട്ടുള്ള ട്രിപ്പ് പോകുമ്പോൾ പോലും ചെയ്യുന്നത്. കാര്യം നമ്മുടേതായിട്ടുള്ള ഒരു രീതിക്ക്. പക്ഷെ എന്നും പറഞ്ഞ് ഇത്രയും നിങ്ങളുടെ ജീവനും വെച്ച് കൊണ്ടുപോകുന്ന ആ ഡ്രൈവറിന് ഒരു വിലയില്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ ശ്രമിക്കരുത്. പിന്നെ എൻ്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു. എൻ്റെ അച്ഛൻ ആകെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് ജോലിക്ക് വേണമെങ്കിലും പോക്കോ, പക്ഷേ ഡ്രൈവറായിട്ട് മാത്രം പോകരുത്. കാര്യം അച്ഛനൊരു ഡ്രൈവർ ആയിരുന്നുകൊണ്ട് തന്നെ അച്ഛൻ അതറിയാം. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രൈവിംഗ് പണി ഒരു മോശപ്പെട്ട പരിപാടി ആയതുകൊണ്ടല്ല അച്ഛൻ അങ്ങനെ പറഞ്ഞത്. ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ, ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോൾ എത്രത്തോളം നരകിച്ചാണ് നടക്കുന്നത് എന്നുള്ള കാര്യം എൻ്റെ അച്ഛൻ നന്നായിട്ടറിയാം. അച്ഛൻ 16-ാമത്തെ വയസ്സിൽ ഈ ഫീൽഡിൽ ഇറങ്ങി തുടങ്ങിയ വണ്ടിയിലെ കണ്ടക്ടറായിട്ട് പോയി തുടങ്ങിയാണ് പിന്നെ അച്ഛൻ ഡ്രൈവറായത്. അപ്പോൾ അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അച്ഛൻ അതിനെ പറ്റി നന്നായിട്ടറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡ്രൈവറായ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടോ എൻ്റെ അമ്മ പറഞ്ഞിട്ടോ എൻ്റെ കുടുംബക്കാർ പറഞ്ഞിട്ടോ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഡ്രൈവറായത്. കാര്യം എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എത്ര ചെയ്താലും മതിയാവാത്ത അത്ര ഇഷ്ടമുള്ളൊരു കാര്യം ഡ്രൈവിംഗ് ആണ്. പക്ഷേ എൻ്റെ വീട്ടിൽ നിലവിൽ വണ്ടികളൊന്നുമില്ല. സോ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ട്രാവൽസിലൊക്കെ ജോയിൻ ചെയ്യുക. ട്രാവൽസിലൊക്കെ ജോയിൻ ചെയ്താൽ ഇന്ന് ഇർട്ടിഗ ആണെങ്കിൽ നാളെ ക്രിസ്റ്റ ആണെങ്കിൽ പിന്നെ ടെമ്പോ ട്രാവൽ, അത് കഴിഞ്ഞാൽ ബസ്, പിന്നെ പർബാന്, അങ്ങനെ ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ളിടത്ത് അത്രയും 1 രൂപ പോലും ഇല്ലാതെ, ചിലവൊന്നും ഇല്ലാതെ ഇത്രയും ദൂരം വണ്ടി ഓടിക്കാം, ഇത്രയും സ്ഥലങ്ങൾ കാണാം. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പിന്നെ ഇതിൽ വന്നപ്പോൾ പിന്നീടാണ് ഈ ഫീൽഡിൻ്റെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാവുന്നത്. അങ്ങനെയാണ്
ഞാൻ ഡ്രൈവറായിട്ട് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. എനിക്ക് അല്ലാതെ വേറെ ഒരു എൻ്റെ അച്ഛൻ, പലരും എൻ്റെ കുടുംബക്കാരൊക്കെ പലപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്, നീ ഡ്രൈവറായിരുന്നിട്ട് നീ എന്തിനും നിൻ്റെ മോനെ ഡ്രൈവറാക്കാൻ പോയിന്ന്. കാര്യം ഒരുപക്ഷെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ അറിയാം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, ഡ്രൈവറായിരുന്ന ഒരാൾ പോലും അവരുടെ മക്കളെ ഡ്രൈവറാവാൻ പ്രൊമോട്ട് ചെയ്യില്ല. അതങ്ങനെയാണ്. കാര്യം ആ ഫീൽഡ് കാര്യം, അതിൻ്റെ മെയിൻ കാര്യം, കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഓണം, ക്രിസ്മസ് അതുപോലെ നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ കാണും. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ടൂറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരുടെ വീടുകളിലൊക്കെ പോകുമ്പോൾ കൂടുതലും ടാക്സിയും ബസ്സൊക്കെ പിടിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്രയും നല്ല നല്ല ദിവസങ്ങളിൽ ആ ഡ്രൈവർ വീട്ടിൽ കാണത്തില്ല. അവൻ്റെ കുടുംബം ഓരോ കാര്യങ്ങൾ ഓണവും ക്രിസ്മസൊക്കെ ആഘോഷിക്കുമ്പോഴും അവൻ ആഘോഷിക്കുന്ന വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചിലപ്പോൾ ഈ വണ്ടിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നതായിരിക്കും അവനിതെല്ലാം എൻജോയ് ചെയ്യുന്നത്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ കൂട്ടം എന്ന് പറയുമ്പോൾ അവൻ ഓടിക്കുന്ന വാഹനം തന്നെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ചില റിലേഷൻഷിപ്പിലും ചില ഫ്രണ്ട്ഷിപ്പിലൊക്കെ പറയും, എന്നെ തൊടാതെ നിൻ്റെ ദേഹത്ത് ഒരുത്തനും തൊടത്തില്ല. പക്ഷെ 90% അങ്ങനെ സംഭവിക്കാറില്ല. ഒരു 10% ചാൻസും ഉണ്ട്. പക്ഷെ ഞാൻ ഈ ഓടിക്കുന്ന വാഹനത്തിലിരിക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. കാര്യം എന്ത് അപകടമായാലും എന്ത് തരത്തിലുള്ള ഒരു പ്രശ്നമായാലും ഈ വണ്ടിയിൽ ടച്ച് ചെയ്യാതെ അത് എൻ്റെ നെഞ്ചത്തേക്ക് വരത്തില്ല. അതൊരു അപകടമായാലും ശരി, അതുകൊണ്ടുള്ള മരണമാണെങ്കിലും ശരി, ആദ്യം ഈ വണ്ടിയിൽ തൊടാതെ അത് എൻ്റെ ഉള്ളിലോട്ട് വരത്തില്ല. ഒരുപക്ഷെ ആ വണ്ടി എന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ആകാത്ത രീതിയിൽ അങ്ങ് അവൻ്റെ അതിൽ തന്നെ ആ ഇമ്പാക്റ്റ് ഒതുക്കി നമ്മളെ സേവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ആ ഓടിക്കുന്ന വാഹനമുണ്ട്. നമ്മൾ ഈ ഡ്രൈവിങ് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ് അതൊരു ഹരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് ആർക്കും ഇതൊരു മെഷീനായിട്ട് തോന്നത്തില്ല. ഇപ്പം ഞാനായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുള്ളപ്പോൾ ആരുടെ സംസാരിക്കാതിരിക്കുമ്പോൾ ഞാൻ ഈ സ്റ്റിയറിങ്ങിലൊക്കെ വെച്ച് സംസാരിക്കാറുണ്ട്. എന്താടാ ഇത്, കുഴപ്പമില്ല പോട്ട്, അല്ലെങ്കിൽ ശരിയാവും എന്നൊക്കെ ഈ വാഹനത്തിന് സംസാരിക്കാറുണ്ട്. പക്ഷെ അവൻ ഒരു കാരണവശാലും ഇവൻ എന്നോട് സംസാരിക്കാറില്ല. എന്നിരുന്നാലും ഒരു വിശ്വാസം ഇവനിതെല്ലാം കേൾക്കുന്നുണ്ട്. ആ സമയം ചിലപ്പോഴൊക്കെ ഈ നൈറ്റ് ഓടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഡീസലൊക്കെ കുറഞ്ഞു, ഇപ്പം തമിഴ്നാടൊക്കെ പോകുമ്പോൾ പമ്പ് ഇത്തിരി പ്രശ്നമാണ്. ചില സമയത്തൊക്കെ പമ്പുകൾ എവിടെയാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ആ സമയത്ത് നോക്കുമ്പോൾ ഡീസൽ empty ആയിട്ടായിരിക്കും ചിലപ്പോഴൊക്കെ വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന അത്രയും കാൽക്കുലേറ്റ് ഒരു അരമണിക്കൂർ ബ്ലോക്കിൽ പെട്ടാൽ മതി, നമ്മൾ വിചാരിച്ച അത്രയും മൈലേജ് ഒന്നും കിട്ടിയെന്നും വരത്തില്ല. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇത് എവിടം വരെ പോകൂടാ, ദൈവം ഇത് വഴിയിലാക്കല്ലേ, എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് എത്തിച്ചേക്കണേ. അപ്പോഴും ഒരു വിശ്വാസമാണ് ഇവൻ അതങ്ങ് കൊണ്ട് എത്തിച്ചേക്കും. പിന്നെ ഡ്രൈവിംഗ് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന അത്രയും ഡ്രൈവിംഗ് ഒരു ഹരമായിട്ട് കൊണ്ടുവരുന്നവർക്ക് ആർക്കും ഈ മദ്യപിക്കാനോ പുകവലിക്കാനോ ഒന്നും, എന്ന് പറഞ്ഞാൽ അവനൊരു വണ്ടിപ്രാന്തനാണെങ്കിൽ അവൻ 1 രൂപ മുടക്കുന്ന അത്രയും ആ വണ്ടിക്ക് വേണ്ടി തന്നെയായിരിക്കും. അല്ലാതെ 1 രൂപ പോലും ആവശ്യമില്ലാതെ അവൻ കളയുകയില്ല. എന്നാൽ വണ്ടിക്ക് വേണ്ടി കളയുന്ന എമൗണ്ട് അവൻ നോക്കാറുമില്ല. അത്രയ്ക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ അടുത്ത കുറെ കൂട്ടുകാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നീ എന്താടാ നീ എന്താടാ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ എന്ന് പറഞ്ഞാൽ, അവൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവന്മാരെ ആരും കൂടുതലും എന്നെ ഒരു കമ്പനിക്കും വിളിക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ പറയും പോലെ അവന്മാർ അത്യാവശ്യം നല്ല നല്ല സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിക്കുന്ന വല്ല പെപ്സിയോ കൊക്കക്കോള വല്ലതും ആയിരിക്കും. എൻ്റെ കൂട്ടുകാർ എന്നെ ട്രോൾ ചെയ്യാറുണ്ട്, നീ അവന് വെറുതെ പെപ്സി ഒന്നും കൊടുക്കില്ല, അവ അതടിച്ച് കിക്കായ ഓഫ് ആവുമെന്ന്. പെപ്സി അടിച്ചിട്ട് ഞാനങ്ങ് ഓഫായി പോകുന്നു എൻ്റെ കൂട്ടുകാർ പലപ്പോഴും പറയാറുണ്ട്. സോ അപ്പോൾ അവന്മാരും ചോദിച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിക്കൂല, മദ്യപിക്കില്ല. അപ്പോൾ അത് ഞാനും പറയാറുണ്ട്, എടാ ഇന്നത്തെ കാലത്ത് സിഗരറ്റ് വലിക്കുന്ന മദ്യപിക്കുന്ന എല്ലാവർക്കും പെണ്ണുണ്ട്. അപ്പോൾ അവന്മാർ പറയും അതേ പെണ്ണുണ്ട്. എടാ അപ്പോൾ ഇല്ലാത്തവരെന്ത് ചെയ്യും, പോയി തൂങ്ങിച്ചാക്കണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അതിനേക്കാൾ വലിയൊരു ലഹരിയാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. കാര്യം മറ്റ് ഇതിനൊക്കെ ഡി അഡിക്ഷൻ സെൻ്ററൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ ഇനി നീ ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇറങ്ങി. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇനി നീ ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ പടി ചവിട്ടരുത്, ഞാൻ അടുക്കള പതിരി കൂടെ കയറി. അത്രേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര റിലാക്സേഷനും എനിക്ക് അത്രയും ഒരു ഫ്രീഡവും എല്ലാം കിട്ടുന്ന ഒരു അത്രയും എന്താ പറയുക, അത്രയും ആഗ്രഹത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഈ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ. നീ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കഷ്ടപ്പെട്ട് പുറകെ നടന്ന് ഒരു പെൺകുട്ടിയെ വളച്ചിട്ട് അവൾ തേച്ചിട്ട് പോകുന്നതിനേയും കാട്ടി ബെറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഈ സ്റ്റിയറിംഗ് വളച്ചാലും അവസാനം വരെ നമ്മളെ കൂടെ ഇരിക്കുന്ന ഈ ഒരു വളയമാണ്. ഇവ എന്തായാലും ചതിക്കത്തില്ല. കാര്യം ഒരു പെൺകുട്ടിക്ക് ഇന്നത്തെ കാലത്ത് നമ്മളൊരു പെൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ആയെന്ന് വെച്ചോ,
അവൾക്ക് നമ്മൾ ചിലപ്പോൾ മാല വാങ്ങിക്കൊടുക്കും, ചിലപ്പോൾ അത് വാങ്ങിക്കൊടുക്കും, ഇത് വാങ്ങിക്കൊടുക്കും, എല്ലാം വാങ്ങിക്കൊടുക്കും. പക്ഷേ അത് തേഞ്ഞ് തീരുന്നതിന് മുമ്പേ അവൾ നമ്മളെ തേച്ചിരിക്കും. എന്നാൽ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ, ഇതിന് ഞാനൊരു നട്ടും ബോൾട്ടോ ഒരു ടയർ മാറിയിട്ടാലും അത് തേഞ്ഞ് തീരുന്നവരെ ഇതിൽ തന്നെ കിടക്കും. അല്ലാതെ അപ്പുറത്ത് നിന്ന് പണിയൂല. പോണ വഴിക്കൊന്നും വേറെ ഒരു കംപ്ലൈൻറ്റും കാണിക്കാതെ ഇവ മര്യാദ കൊണ്ടു നടന്നോളൂ. അത്രയ്ക്ക് ഒരു വിശ്വാസമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഓടിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. ഇതുവരെ എന്നെ ചതിക്കാത്ത ഒരേ ഒരു കാര്യം ഞാൻ ഓടിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ്. പിന്നെ ഈ ഡ്രൈവർ ജോലിയെ കുറ്റം പറയുന്നവരടുത്ത് ഒരു കാര്യം പറയട്ടെ. എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മാന്യതയും ഒരു അന്തസ്സും അഭിമാനവും എല്ലാം ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു ഈവൻ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വയ്യാതായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, നിങ്ങൾക്ക് ഒട്ടും വയ്യാതായ സമയത്താണെങ്കിൽ നിങ്ങൾ മാക്സിമം വിളിക്കുന്ന ഒരു ഓട്ടോറിക്ഷയാണ്. ചിലപ്പോൾ അതിലും വലിയ ക്രിട്ടിക്കൽ ആണെങ്കിൽ ചിലപ്പോൾ 108 വിളിക്കും. ഒരു ആക്സിഡൻ്റൊക്കെ വന്നാൽ 108 വിളിക്കുന്നത്. അല്ലാതെ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന അമ്മാവൻ്റെ മോനെയോ അല്ലെങ്കിൽ വക്കീലായിരിക്കുന്ന ആൾക്കാരെ ഒന്നുമല്ല. ആ സമയത്ത് സർവീസിന് ഒന്നീ ഒരു ഓട്ടോറിക്ഷ വേണം, അല്ലെങ്കിൽ ഒരു ടാക്സി വേണം, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വേണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഒരു കാര്യം പറയട്ടെ, മഞ്ഞ നമ്പർ പ്ലേറ്റ് ഓടിക്കുന്നവരാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ലോറിയും ബസ്സും നമ്മുടെ ക്രെയിന്, ടാങ്കർ ലോറി, അതുപോലെ ടാക്സി വണ്ടികൾ, ഓട്ടോറിക്ഷ, അങ്ങനെ എല്ലാം ഈ മഞ്ഞ നമ്പർ പ്ലേറ്റ് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓടിക്കുന്നവരെല്ലാം ഡ്രൈവർമാർ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുകയെന്ന് വെച്ചാൽ, ആ ഡ്രൈവർമാർ നാളെ ഒരു ദിവസം, ഇന്ത്യയിൽ ഒരു ഡ്രൈവർമാർ നാളെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് വണ്ടി എടുക്കുന്നില്ല, ആ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ട്രാൻസ്പോർട്ടേഷൻ തൊട്ട് സർവീസ് സെക്ടർ വരെ നിങ്ങൾ കഴിക്കുന്ന ആഹാരം, ഈ അരി ആയാലും പച്ചക്കറി ആയാലും എന്തായാലും, അത് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടം വരെ ഒരു ഡ്രൈവർ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നാലേ അത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ആശുപത്രി പോകാനായാലും ആംബുലൻസിന്റെ കാര്യത്തിനൊക്കെ ആയാലും അതിനും ഒരു ഡ്രൈവർ തന്നെ ജീവൻ പണയം വെച്ച് വണ്ടി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഓഫീസിൽ പോകാനായാലും എന്തിനായാലും, KSRTC ബസ്സായാലും ഈവൻ ഓട്ടോറിക്ഷ ആണെങ്കിൽ പോലും ഒരു ഡ്രൈവർ തന്നെ വണ്ടി എടുക്കണം. സോ ഒരു ഡ്രൈവറിനെ പുച്ഛിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഡ്രൈവിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തോ ഒരു പരിഹാസം ആവുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഡ്രൈവിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോൾ, ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്നത് സർവീസ് തന്നെയാണ്, സർവീസ് സെക്ടറിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു ഡ്രൈവറിനെ പുച്ഛിക്കുമ്പോൾ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് കാര്യം. നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാത്തിനും ഡ്രൈവർ തന്നെയാണ് ആവശ്യം. അല്ലാതെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളല്ല വന്ന് ലോറി എടുത്തുകൊണ്ട് പോയി അരിയും ചാക്കുവെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. അതുപോലെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവരല്ല നേരെ പോയിട്ട് മറ്റേ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യതയുണ്ട്. നിങ്ങളെല്ലാവർക്കും ഈ ഗവൺമെൻറ് ജോലിയും വലിയ വലിയ ടെക്നിക്കൽ പരമായ ജോലിയും ചെയ്താൽ അവിടെ തീരും നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും. ഈ നെല്ല് നടാനും മറ്റേ അരി നമ്മൾ കഴിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഫുഡും കാര്യം, അങ്ങനെ എല്ലാത്തിനും എല്ലാ ജോലിക്കും ആൾക്കാർ വേണം. അല്ലാതെ ഗവൺമെൻറ് ജോലി മാത്രം കൊണ്ട് ഒന്നും ആവത്തില്ല. സോ എല്ലാ ജോലിക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് അവരവരുടെയായിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കാൻ. ഒരു ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോൾ ഒട്ടും ഒരു മടിയും എനിക്ക്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളൂ, എനിക്ക് ആദ്യം ചെറിയ വണ്ടി ഓടിക്കാനാണ് കിട്ടിയത്. ആദ്യം കാറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്ക് ആംബുലൻസ് ഓടിക്കണമെന്ന് തോന്നി. അതിനുശേഷം ഞാൻ ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ട്രാവൽസിൽ നമ്മുടെ ടെമ്പോ ട്രാവലറൊക്കെ ഓടിച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് പിന്നെ ആംബുലൻസ് ഓടിക്കാൻ പോയത്. അപ്പോൾ ആംബുലൻസ് കുറേ നാൾ ഓടിച്ചിട്ട് പിന്നെ അത് എടുത്തതിന് ശേഷം പിന്നെ ബസ് ഓടണമെന്ന് തോന്നി, ബസ് ഓടിക്കാൻ പോയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇപ്പോൾ അർബാനിയ എന്ന് പറയുന്ന ഒരു വണ്ടി, എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഈ വണ്ടി വിളിച്ച് ഇതൊന്ന് സ്ഥിരമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ ഇത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വണ്ടി ഓടിക്കുന്നത് തന്നെയാണ്. അതിൽ ഒരു കുറ്റവും കുറവൊന്നും. എൻ്റെ അച്ഛൻ ഇപ്പോഴും പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാർ വരെ അവരുടെ മക്കളെ ഒരാളെ പോലും ഡ്രൈവർ ആക്കിയിട്ടില്ല. അച്ഛൻ്റെ അടുത്തും പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്, നീ ഒരു ഡ്രൈവർ ആയതിനായിട്ട് എന്തുകൊണ്ട് നിന്റെ മോനെയും ഡ്രൈവർ ആക്കിയത്? അങ്ങനെ കുത്തി ചോദിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ചില മാരേജ് ഫംഗ്ഷനും ചില പരിപാടിക്ക് ഇപ്പം അതിനൊക്കെ ശേഷമാണ് ഞാൻ ഒരിടത്തും പോകാറില്ല. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ഡ്രൈവറാണെന്ന് അറിയാം. എന്നിരുന്നിട്ട് പോലും ഈ കുത്തി ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അയ്യോ മോൻ എന്ത് ചെയ്യുന്നു, മോൻ ഡ്രൈവറാ, അയ്യോ അതെന്ത് ഡ്രൈവറായി പോയത്? അങ്ങനെ ചോദിക്കുന്നവരും ഇനി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവരോടായിട്ടാണ് പറയുന്നത്. ഞാനൊരു ഡ്രൈവർ തന്നെയാണ്, എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ വളയം പിടിക്കുന്നത്. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോ എൻ്റേതായിട്ടുള്ള ഒരു കാര്യത്തിനോ ഞാൻ ബാക്കിയുള്ളവരടുത്ത് കിടന്ന് നിങ്ങളുടെ കുടുംബത്തിൽ കയറി ചെകയാനോ ചോദിക്കാനോ ഒന്നും വരുന്നില്ല. സോ വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ കാര്യത്തിലും ഇടപെടാൻ നിൽക്കരുത്. കാര്യം അങ്ങനെയാണ്, അത്രേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും പറയല്ല. പിന്നെ
ഈ പഠിത്തമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നിടത്തും കൂടെ പറയുകയാണ്, എനിക്ക് വേറെ ജോലി കിട്ടാത്തതുകൊണ്ടോ എൻ്റെ പഠിത്തം കുറവായതുകൊണ്ടോ അല്ല ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് ഇതിനേക്കാൾ വരുമാനം വേറെ ഒരു ഫീൽഡിലും കിട്ടത്തുമില്ല. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ഡിഗ്രി ചെയ്യുന്നത്. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യും. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ കാര്യം ഞാൻ ആലോചിക്കാറില്ല. കാര്യം ഞാൻ മുമ്പ് കേൾക്കുമായിരുന്നു, അതിൽ കുറേ നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. കാര്യം അതെല്ലാവരോടും കൂടെ പറയാം, ഈ ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അതിൻ്റെ പുറകിൽ കയറി അതാണ് ബെറ്റർ എന്നും പറഞ്ഞ് കിടന്ന് ചാടാൻ നിൽക്കല്ലേ. ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവരൊരു കാര്യം പറയും, ശരി, മനസ്സിരുത്തി ആലോചിക്കുക, നിങ്ങൾക്കത് വേണോ, നിങ്ങൾക്കത് താല്പര്യമുണ്ടോ, നിങ്ങൾക്കത് പറ്റുമോ എന്ന് മാത്രം. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഉള്ള കാര്യം പറയാം, നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നാണ് നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ രണ്ടും പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഡിസിഷൻ എടുത്തത്. അതിന് റിസൾട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ നിനക്കൊരു തോന്നലുണ്ടാവും, ശരി എന്തായാലും കുഴപ്പമില്ല, ഞാനായിട്ട് എനിക്ക് തോന്നിയോണ്ടാണല്ലോ ഞാൻ ചെയ്തത്, റിസൾട്ട് എന്തോ ആവട്ടെ. പക്ഷെ വേറൊരാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ കുറ്റവും നീ കേൾക്കണം, ബാക്കിയുള്ളവരുടെ പരിഹാസവും കേൾക്കണം. അതിനേയും കാട്ടി നല്ലത് നിന്റെ മൈൻഡ് എന്താണോ വിചാരിക്കുന്നത്, എന്താണോ നിന്റെ മൈൻഡ് നിന്നോട് പറയുന്നത് ചെയ്യുക, അത്രേ ഉള്ളൂ. നിനക്കൊരു ഡ്രൈവർ ആവണോ, നീ പോയി ഡ്രൈവർ ആവ്. നിനക്ക് തെങ്ങി കയറണോ, നീ പോയി തെങ്ങി കയറ്. നിനക്ക് പാടത്ത് ഇറങ്ങി മറ്റേ മൺവെട്ടിട്ട് കിളയ്ക്കണോ, നീ കിളയ്ക്കാൻ പോ, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല. ഈ വീഡിയോ ഈ ഡ്രൈവേഴ്സിനെ കുറ്റപ്പെടുത്തുന്നവർക്കും എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആരും മറക്കണ്ട, ഇനി ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ നിൽക്കുന്നവരടുത്ത് ഇതെല്ലാം ഒന്ന് ആലോചിക്കുക. പിന്നെ ഒരു ട്രിപ്പിനൊക്കെ പോകുന്നതിന് മുമ്പേ ആ ട്രിപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഡ്രൈവറിനോട് ഒന്ന് ചോദിക്കുക, അത്യാവശ്യം നിങ്ങളൊന്ന് കഴിച്ചോ, നിങ്ങൾക്ക് വല്ല റെസ്റ്റ് എടുക്കണോ, നിങ്ങൾക്ക് കിടക്കാൻ വേണോ, അറ്റ്ലീസ്റ്റ് ഒരു കിടക്കാനെങ്കിലും ഒരു കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരു റൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോർമെറ്ററിയോ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഒരുക്കി കൊടുക്കുക. ഇനി അതും ഇല്ല എങ്കിൽ നമ്മുടെ മന്ത്രിമാരൊക്കെ ഇപ്പോൾ പറയുന്നത് കേൾക്കാം, എല്ലാ സംസ്ഥാനങ്ങളിലും ഡ്രൈവേഴ്സിന് ഇനി സ്റ്റേയിങ് റൂമൊക്കെ ഉറപ്പാക്കണം. ആ കാര്യങ്ങളൊക്കെ ഇപ്പം പല ഹോട്ടലിലും പോകുമ്പോൾ അവന്മാരുടെ ഉടായ്പ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, അയ്യോ നിങ്ങൾക്ക് റൂം ഉണ്ട് കേട്ടോ, പക്ഷേ അത് ഇപ്പോൾ റെനോവേഷനിലാണ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ പോയി, കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ പോയ അതേ ഹോട്ടലിൽ ഇപ്പോഴും ചെന്നപ്പോൾ അവൻ പറയാം അതേ റൂം റെനോവേഷനിലാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ വാഷ്റൂം വരും, ആ വാഷ്റൂം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ ആ ഏരിയയിലോട്ടേ പോകത്തില്ല. അമ്മാതിരി വാഷ്റൂംസും കാര്യങ്ങളും ഡ്രൈവേഴ്സിന് പ്രിഫർ ചെയ്യുന്നു. ഒരു കാര്യം ആലോചിക്കണം, ഇത്രയും ദൂരം ഗസ്റ്റിനെയും കൊണ്ട് ഓടി വരുന്ന ഒരു ഡ്രൈവറിന് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഡ്രൈവർ ജോലി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു മോശപ്പെട്ട പരിപാടി. ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞാൽ വണ്ടിപ്പണി എന്ന് പറയുമ്പോൾ തെണ്ടിപ്പണിയൊന്നുമല്ല. വണ്ടിപ്പണി എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയി ഇത്രയും ദൂരങ്ങളെല്ലാം കീഴടക്കി തന്നെയാണ് ഒരു ഡ്രൈവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡ്രൈവർ തന്നെയാണ് നിങ്ങളെ ജീവൻ. നിങ്ങളൊരു വാഹനത്തിൽ കയറി ആ ഇറങ്ങുന്നത്, നിങ്ങൾ സേഫായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ നന്ദി പറയേണ്ട ആ വണ്ടിയോടും അതിനുശേഷം ആ ഡ്രൈവറിനോടുമാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ചതിച്ചാൽ മതി, നിങ്ങളത് ഒരുപക്ഷെ അവസാനത്തെ ട്രിപ്പായി പോകും. ഇതിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യവും നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനത്തിനെയും കാട്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാനുവൽ വാഹനം തന്നെയാണ്. മാനുവൽ വണ്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓടിക്കാൻ ഇഷ്ടമുള്ളത്. ഇനി ഡ്രൈവിങ്ങിൽ എന്താണ് നിനക്ക് ഇത്രയും ഹരം, നിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പിടിച്ചിരുത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരു ജിന്നാഭായി, അതൊന്നും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അത് ഒറ്റ ഇതിൽ പറയാനാണെങ്കിൽ, വലത് കൈ സ്റ്റിയറിങ്ങിലും വെച്ച് ഇടത് കൈ ഗിയറിലും വെച്ച് ഇടത് കാലുകൊണ്ട് ക്ലച്ച് കൂട്ടി ഈ ഇടത് കൈ കൊണ്ട് ഗിയർ മാറ്റിയിട്ടെ ആക്സിലേറ്റർ കൂട്ടുമ്പോൾ ഈ RPM കയറി ഒരു വരക്കമുണ്ട്, അതിനനുസരിച്ച് ആ സ്പീഡ്. ഇത്രയും ഹരം, ഈ ഒരു കിക്ക് അത് വേറെ ഒന്നിനും കിട്ടത്തില്ല. അതാണ് മെയിൻ ഒരു മാനുവൽ, പ്രത്യേകിച്ച് മാനുവൽ ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ക്ലച്ചൊക്കെ ചവിട്ടി ഗിയർ ഡൗൺ ചെയ്യുക, നേരെ സ്റ്റിയറിംഗിൽ കൈ വയ്ക്കുക, ആക്സിലേറ്റർ കൂട്ടുക, ക്ലച്ച് കൂട്ടുക, ബ്രേക്ക് ചട്ടപ്പട ഒരു ആക്ഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വേൾഡിൽ 4 തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. ഒന്ന് എയർ, പിന്നെ എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, റെയിലുണ്ട്, പിന്നെ റോഡ് ട്രാൻസ്പോർട്ടും ഉണ്ട്. ഈ എയർ, വാട്ടർ ആൻഡ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിന്, പിന്നെ ഷിപ്പ്, അതിനുശേഷം നമ്മുടെ ട്രെയിൻ. ഈ 3 ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് ആയാലും പൈലറ്റ് ആയാലും അതുപോലെ തന്നെ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആയാലും ഇവരെല്ലാം ഇത് നിയന്ത്രിക്കുന്നത് ഹെഡ് ഓഫീസർ, അതായത് ഇതിന്റെ ഒരു കൺട്രോൾ റൂമാണ്. ആ കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവർ പറയുന്നതിനനുസരിച്ചാണ് ഇവര് ഈ ഒരു ഗതാഗതം നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എങ്ങനെ
റോഡ് ട്രാൻസ്പോർട്ടിലേക്ക് നമ്മുടെ ബൈ റോഡ് പോകുമ്പോൾ അങ്ങനെയല്ല. ആക്സിലേറ്റർ ചവിട്ടേണ്ടടുത്ത് ബ്രേക്കും, ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് ആക്സിലേറ്ററും ചവിട്ടി അവിടെ തീരും എല്ലാ കാര്യവും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിൽ നമ്മൾ പഠിക്കാത്തത്രയും കാൽക്കുലേഷൻ ആയിരിക്കും അപ്പം മൈൻഡിൽ വരുന്നത്. ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ സ്പീഡ്, നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ്, ഇതിന്റെ നമ്മൾ ക്രോസ് ചെയ്യേണ്ട വാഹനത്തിന്റെ സ്പീഡ്, അതിനുശേഷം അവിടെയുള്ള ഡീവിയേഷന്റെ ഒരു ഗ്യാപ്പ്, നമുക്ക് ഇത്രയും ദൂരം കയറാൻ പറ്റും. അങ്ങനെ പടപടപട കാൽക്കുലേഷൻ ആണ് ഇതിന്റെ ഇടയിൽ കയറി വരുന്നത്. അത്രയും ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് എന്ന് പറയുമ്പോൾ. അത്രയും കൺട്രോൾ ചെയ്ത് ഞാൻ ഒരു വീഡിയോ പറഞ്ഞ പോലെ, നിങ്ങൾ ഇത്ര സ്പീഡിൽ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ഓടിക്കുന്ന വാഹനം നിങ്ങളുടെ കൈക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോയാലും എവിടെ വെച്ചാണെങ്കിലും നിങ്ങളുടെ കൈക്ക് നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ വാഹനം പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കൈക്ക് അത് എന്ത് ഒരു പ്രശ്നം വന്നാലും പെട്ടെന്ന് ഒരു എമർജൻസി ബ്രേക്ക് പിടിച്ചാൽ നിങ്ങളുടെ കൈക്ക് മറ്റൊരു വണ്ടിയെ ഇടിക്കാതെ നിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ പോകാം. അത്രയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ എന്നും പറഞ്ഞ് ചെറിയ റോഡിലൂടെ, ഇത് ഞാൻ സ്ഥിരം ഓടിക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ട് ഞാനിവിടെ 100-110 പോയാലും കുഴപ്പമില്ല. പക്ഷെ ചെറിയ റോഡായിരിക്കും. ഒരു സൈക്കിള്, ഒരു പട്ടി ചാടിയാൽ മതി. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ജീവന്റെ വിലയുണ്ട്. സോ നിങ്ങൾക്ക് റോഡ് കാണാം, അതൊരു വേറെ കുഴപ്പമൊന്നുമില്ല, റോഡ് മുന്നിൽ ക്ലിയർ ആണ്, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം ആക്സിലേറ്റർ കൊടുത്ത് മുന്നോട്ട് പോകുക. അപ്പോൾ ഇത് തന്നെയാണ് ഡ്രൈവിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഹരമെന്ന് ഞാൻ പറഞ്ഞു വന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഒരു കൈ സ്റ്റിയറിംഗിലും വെച്ച് ഇടത് കാലുകൊണ്ട് ക്ലച്ചും ചവിട്ടി, ഇടത് കൈ കൊണ്ട് ഗിയറും മാറ്റി, വലത് കാലം ആക്സിലേറ്റർ കൊണ്ട് ചവിട്ടുമ്പോൾ RPM ഈ സ്പീഡും ഇങ്ങനെ ഈ 2 മീറ്റർ ഇങ്ങനെ ഒരു കയറി വരക്കമുണ്ട്. അത്രയും ഒരു ഹരമാണത്. സോ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ചേട്ടാ ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോ ചേട്ടാ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, റൈറ്റിലോട്ട് കയറി കളിച്ചോണ്ടിരിക്കുകയാണ്. അടുത്തത്